നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ആ ചേച്ചി, ഞാനാ മഞ്ചാടി. നീ ഇത് എവിടെയടി? എത്ര നേരമായി വിളിക്കുന്നു? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ചാർജ് ആയിരുന്നു ഓഫായത് ചേച്ചി. ചേച്ചി എന്തിനിങ്ങനെ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ? നീ കോളേജ് വിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ ബാക്കിയുള്ളൊരു ടെൻഷൻ അടിക്കുന്നു നിനക്കറിയില്ലേ? അതല്ലേ ചേച്ചി ഞാനങ്ങോട്ട് വിളിച്ചത്. കോളേജിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാനൊരു ഫ്രണ്ടിന്റെ വണ്ടിയിൽ അങ്ങോട്ട് വരികയായിരുന്നു. വഴിയിൽ വെച്ച് വണ്ടി കേടായി. അത് റെഡിയാക്കി ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരും. നീ ഇനി റെഡിയാക്കാനൊന്നും നിൽക്കണ്ട മഞ്ചാടി. വേഗം ഒരു ഓട്ടോ വിളിച്ചും കൂടെ വാ. ഇല്ലെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അത് വേണ്ട രഘുവേട്ടാ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയിരിക്കും. അതുപോലെ ഞാൻ ഫോൺ വെക്കുക. ഹലോ മഞ്ചാടി, ഹലോ. അവള് കട്ട് ചെയ്തല്ലോ. കട്ട് ചെയ്തോ? ജീവന്റെ ഫോൺ തൽക്കാലം ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിലേക്ക് കോള് വന്നോണ്ടേയിരിക്കും. നിന്റെ അടുത്ത പ്ലാൻ എന്താ? വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വരാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. എന്നാ ജീവൻ വണ്ടി ഒതുക്കി ഇവിടെ വെക്ക്. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാം. വഴിയിൽ വർക്ക്ഷോപ്പ് കണ്ട അവിടെ ചാവി ഏൽപ്പിച്ച് അവര് വണ്ടി റെഡിയാക്കി സൂക്ഷിച്ചോളും. നാളെ വന്ന് എടുത്താ മതിയല്ലോ. ശരി. മഞ്ചാടി, നീ എന്താ ഇവിടെ? വിനയേട്ടാ, ജീവൻ രാജിന്റെ വണ്ടി കേടായി. നിങ്ങളിത് എവിടെ പോയിട്ട് വരുവാ? കോളേജുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വിനയേട്ടാ. അത് കഴിഞ്ഞ് വരുമ്പോഴാ വണ്ടി വഴിയിലായത്. അപ്പോഴേ മഞ്ചാടിയോട് ഞാൻ ഓട്ടോ വിളിച്ചു പോകാൻ പറഞ്ഞതാ. ഇവള് കേട്ടില്ല. മഞ്ചാടി ഒന്ന് വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട വിനയേട്ടാ, ഞാൻ ചീരുചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വിനയേട്ടൻ പോയിക്കോ, ഞങ്ങള് വന്നോളാം. അതൊന്നും പറ്റില്ല. നീ ഒന്ന് വണ്ടി കയറി. ജീവ, അവളോട് കയറാൻ പറ. മഞ്ചാടി, ദയവ് ചെയ്ത് വിനയേട്ടൻ്റെ വണ്ടിയെ കയറിപ്പോ. ഞാൻ എങ്ങനെയും വണ്ടി ശരിയാക്കി പൊക്കോളാം, പ്ലീസ്. ശരി, വീട്ടിലെത്തി എന്നെ വിളിക്കണം. ഗുഡ് നൈറ്റ്.